മോൾ ആദ്യമായിട്ടാണല്ലേ വരുന്നത്? അതെ, ഇന്നലെ മുതൽ ചെറിയൊരു പനിയുണ്ട്. അപ്പൊ ഗുളിക എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് ഗൈനക്കോളജിസ്റ്റിനെ കാണാന്ന് വിചാരിച്ചു. എന്നായിരുന്നു ലാസ്റ്റ് പീരീഡ്? കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു. പിന്നെ ഡേറ്റും തെറ്റി. അതാ ഞങ്ങൾ വന്ന. ഓ, വെയിറ്റ് ഒന്ന് നോക്കട്ടെ. 65 അല്ലേ? അതെ. ഇറങ്ങിക്കോ. ദാ 7ാമത്തെ ആണേ ടോക്കൺ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണേ. വെച്ചോ. അടുത്ത നമ്മളാണോ? ആണോ? സൗമ്യ ആന്റണി, വാ. അകത്തേക്ക് പോയിക്കോട്ടോ. സൗമ്യ അല്ലേ? അതെ. പീരിയഡ്സ് ഒക്കെ റെഗുലർ ആണല്ലോ അല്ലേ? പിന്നെ 2 ദിവസമായിട്ട് ഒക്കെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്തെങ്കിലും ഗുളിക കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടർ ഒന്ന് വന്ന് കാണാൻ അമ്മ പറഞ്ഞു. ഓ ശരി. അപ്പോ നിങ്ങള് വീട്ടിൽ വെച്ചിട്ട് പ്രഗ്നൻസി സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ അതിന് എഴുതി തരാം. അതൊന്ന് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചേട്ടാ ഓരെണ്ണം എടുക്കോ ചേട്ടാ? ചേട്ടാ ഒരെണ്ണം എടുക്കോ ചേട്ടാ പ്ലീസ്? ഒരെണ്ണം എടുക്കോ ചേട്ടാ? ഇന്നത്തെ കാരുണ്യ 3:30 നറുക്കെടുപ്പോ. ഒരെണ്ണം എടുക്കോ ചേട്ടാ? ചേട്ടാ ഒരെണ്ണം എടുക്കട്ടെ ചേട്ടാ? 3:30 നറുക്കെടുപ്പ്. ഒരെണ്ണം എടുക്കാൻ ചേട്ടാ? എന്താനു? അപ്പൊ സിഗരറ്റ് വലിക്കാണോ? എത്ര തവണ പറയണത് നിർത്താൻ? ഞാൻ അറിയില്ലെന്ന് വെച്ചോ? നീ എന്താ വിളിച്ചേ? ഹലോ, ഞാൻ സിഗരറ്റ് കളഞ്ഞു. ശരി, ഞാൻ വലിക്കണില്ല. ഇത് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട്. ഞാനേ ആന്റിയുടെ കൂടെ ഹോസ്പിറ്റലിലാണ് മോളെ. കാലത്ത് എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനേ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാട്ടാനു. സംഭവം പോസിറ്റീവാട്ടാ. അപ്പനാവും പോവാ. അപ്പൊ ചെലവുണ്ടല്ലോ. പിന്നെ കുടിപ്പിച്ച് കിടത്തില്ലേ? നിന്റെ കൈ കൊണ്ട് ഒരു കാലിച്ചായ കിട്ടിയ ഭാഗ്യം. മദ്യപ്പൊഴി വലിച്ചു പൊളിക്കല്ലേ, ഞാൻ തുറന്നുതരാം. വിടും. കേറ് മോളെ. കാല്. അല്ല, അപ്പൊ എന്റെ സംശയം ഇതാണ്, ഛർദിയല്ല ആദ്യം ഉണ്ടാവുക? ഓ, ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഛർദി ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ജോയേട്ടാ, അവൻ തന്നെ നോക്കണേ കുറച്ചൊന്നും ഓരോയല്ല. ഏതാവൻ?
എന്റെ നോട്ടം കണ്ട ചോക്ലേറ്റ് ഒന്നും. നമ്മുടെ പണി വാങ്ങാനുള്ളവനാണെങ്കിൽ ഈ ഓട്ടോ പിടിച്ച് തന്നെ എത്തുവാൻ. പിന്നല്ല. എന്നാ പോവല്ലേ? ശരി. പറ ഡോക്ടറെ. ആ ജോയ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അടുത്ത് വരാറില്ലല്ലോ. പറയ്. നിനക്കറിയാലോ, എനിക്ക് ഈ കാര്യം വേറെ ആളെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റില്ല. വേഗം വരാം. നീ ആവുമ്പോ ഇരു ചെവി അറിയാതെ കാര്യം നടക്കും. ഇതൊരു ജെന്യൂൻ കേസ് ആയതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. അതെ, പക്ഷെ ഞാനത് എന്താ വേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല. ഡോക്ടർക്ക് അറിയാലോ, ഞാനിപ്പോ ഇതുപോലുള്ള കേസ് എടുത്തിട്ട് ഒരുപാട് നാളായിരുന്നു. അതാ ഒരു കൺഫ്യൂഷൻ. എന്തായാലും നമുക്ക് കാണാം ഡോക്ടർ. ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ട, നമുക്ക് പുറത്തു വെച്ച് കാണാം. സ്ഥലം പറഞ്ഞാൽ മതി. ആ ശരി. ജയ, നമുക്ക് അയാളെ വിശ്വസിക്കാലോ അല്ലേ? താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ, വണ്ടി എടുക്ക. മെത്രാൻ ജോയ് എന്ന് പറഞ്ഞ ഈ ഫീൽഡിൽ എല്ലാമായിരുന്നു ഒരു വർഷം മുമ്പ് വരെ. മെത്രാനോ? പുള്ളി ഈ ഫീൽഡ് എങ്ങനെ അറിയപ്പെടുക? കക്ഷി നടത്തിയ പല പണികൾക്കും ഒരു തെളിവ് പോലും ബാക്കി ഉണ്ടായിട്ടില്ല. മകള് ഫാമിലി എന്നൊക്കെ പറഞ്ഞു ഒതുങ്ങി കഴിയാ. താനോ സമാധാനിട്ടിരിക്കടോ, ഇതൊക്കെ ഞാനേറ്റു. ജോയ്. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ രവി. നമസ്കാരം. ഇത് ജോയ്, ഞാൻ പറഞ്ഞ മെത്രാൻ. ഇത് ആന്റണി. ഇവൻ വഴിയാണ് ഞാൻ ജോയിയെ പരിചയപ്പെടുന്നത് തന്നെ. ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് രവിയുടെ മകളുടെ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കുന്നത്. ഇതാണ് ആ പയ്യൻ, സിജോ. ടൗണിലെ കാർമൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മൊബൈൽ ഷോപ്പിലെ പയ്യനാണ്. അത്യാവശ്യം തരികടയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണോ ഫോണത്? അല്ല, പുറത്തുനിന്ന്. ലോകം തുറക്കും. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരാഴ്ച. താങ്ക് യു. ഞാനും കുടുംബവും ദുബായിലായിരുന്നു. ഭാര്യയുടെ മരണശേഷമാണ് ഇങ്ങോട്ട് താമസം മാറ്റിയത്. എനിക്കെല്ലാം എന്റെ മകളാണ്. ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പരിഭവങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോളുടെ ബർത്ത്ഡേ വന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ലൈവില് വന്നിരിക്കുന്ന ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ദിസ് ഇസ് മൈ ഹാൻസം ഡാഡ്. എനിക്കൊരു ഹെവി ബർത്ത്ഡേ പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. എന്റെ ഫ്രണ്ട്സ്, എന്റെ കസിൻസ്, എന്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. ഈ സന്തോഷം നിങ്ങളോട് കൂടെ പങ്കുചേരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മെവിൻ, പിന്നെ മൈ ഫ്രണ്ട് മൊണാലിസ, അന്ന. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഹായ് കൊടുക്കാം. ഹലോ, എനിക്ക് നിറയെ വിഷസ് വരുന്നുണ്ടല്ലോ. പപ്പ ഹായ് മനു, താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളിനി പരിചയപ്പെടുത്തി തരുന്നത് എന്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് ജയൻ അങ്കിളിനെയാണ്. അങ്കിൾ ഭയങ്കര സന്തോഷത്തിലാണ്. വേറൊന്നല്ല, അങ്കിളുടെ വൈഫ് ഒരാഴ്ച മുന്നേ യുഎസിൽ പോയിരിക്കാണ്. അതിന്റെ ഹെവി സന്തോഷത്തിലാണ്. ആന്റി ഇത് കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തു. കയ്യിലെന്താ ഒരു പഠിക്കുന്നു. ഇത് എന്റെ പപ്പയുടെ ഫ്രണ്ട്സ് ആണ്. ഹായ്, ഹലോ. ഇതാണ് എന്റെ പൂളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു സോ മച്ച്. ഇതെന്റെ പാപ്പ മേടിച്ചെന്ന പുതിയ ഡ്രസ്സാണ്. താങ്ക് യു. ഓ, എന്റെ പാപ്പ ഭയങ്കര ഹാൻസം ആണെന്ന്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്
ഇന്ന് എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എനിക്ക് ഹെവി ട്രീറ്റ് ആയിട്ടുള്ള ഡിലീഷ്യസ് ഫുഡ് ഉണ്ടാക്കി തന്ന എന്റെ ചേട്ടനാണ്, ജയൻ ചേട്ടൻ. അടുത്ത മെസ്സേജ്. എക്സ്ക്യൂസ് മീ. എന്ത് പറ്റി മോളെ? വാട്ട് ഹാപ്പൻ ടു യു? മോളെ എന്താ മോളെ? പപ്പയോട് പറ. മോളെ, അവൾ സ്ഥിരമായി മൊബൈൽ റീചാർജ് ചെയ്യുന്ന കടയിലെ പയ്യൻ. അവളുടെ മൊബൈൽ കംപ്ലൈന്റ് ആയപ്പോ റിപ്പയർ ചെയ്യാൻ കൊടുത്തു. അതിൽ അവളുടെ കുറെ സ്വകാര്യ ഫോട്ടോസ് ഉണ്ടായിരുന്നു. സംഭവം ഞാനാണ് ഇവനോട് പോലീസ് പറയാൻ പറഞ്ഞത്. നീ എവിടെ? അത് സാറേ എന്നാ സാറേ? സാറേ കാര്യം പറ സാറേ. കാര്യം പറഞ്ഞ മാത്രം കാര്യം പറയൂ സാറേ. പിടിച്ചോ, കാര്യം പറ സാറേ. സാറേ വിട്, പറയുന്നത് കേക്ക് സാറേ. അവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവളുടെ വേദന കണ്ട് സഹിക്കാൻ പറ്റണില്ല. കഴിക്കും മോളെ, കഴിക്ക. എവിടെ അവന്റെ വീട്? ഇവൻ എനിക്കറിയാൻ ചേട്ടാ. ഇവന്റെ വീട് രാജമല കോളനിയിലാ. ഇത് ചെറിയൊരു അഡ്വാൻസ് ആയി കരുതിയാ മതി. പൈസ നോക്കിയിട്ടല്ല രവി സാറേ, ഈ പ്രായത്തിൽ ഒരു മകൾ എനിക്കുണ്ട്. നല്ല മൂട്. ഇന്ന് നമ്മള് പെരുന്നാൾ കൊഴിപ്പിക്കും ചോട്ടാ. ചോട്ടാ, നമുക്ക് അവന്റെ ഇവിടെ ഇട്ടങ്ങോട്ട് തീർക്കട ചോട്ടാ. നീ ഒന്ന് അടങ്ങ ആന്റണി. എന്തായാലും നീ പെരുന്നാളിന്റെ ഇടയിൽ ഒന്ന് തോണ്ടാൻ നിൽക്കണ്ട. അശ്ശേ, നമുക്ക് ഇവിടെ അങ്ങോട്ട് തീർക്ക ചോട്ടാ. നമുക്ക് ഈ ബാൻഡ് സെറ്റും ആളും ബഹളൊക്കെ വിഷയമാണ്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഓ ശരി.
അയച്ചോടാ അവനാ അവനല്ലേ? ഇവിടെ വെച്ച് തോണ്ടാത്ത കണ്ട നമുക്ക് അവനെ എവിടെയെങ്കിലും വെച്ച് ഒതുങ്ങി കിട്ടും. ജോയേട്ടന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഏകദേശം 15 വർഷം മുമ്പാണ് ജോയേട്ടൻ ആദ്യമായിട്ട് എന്റെ മുമ്പിൽ സ്കെച്ച് ഇടണം. അന്ന് എന്താ പറയാ, ഈ കാട്ടിൽ മതിച്ചു നടക്കണ ഒറ്റയാനെ പോലെ ജോയേട്ടൻ അന്ന് സ്കെച്ചിട്ടു. പ്രായം ഒരുപാട് നിങ്ങളെ തളർത്തി ജോയേട്ട. നിങ്ങൾക്കേ വയസ്സായി, നിങ്ങൾ ഫീൽഡ് കിട്ടോ. പ്രായം തളർത്തിയതല്ല, പിന്നെ ഇപ്പൊ വയസ്സായപ്പോ ബുദ്ധി വെച്ചാ. കൊന്നു ഇവിടുന്ന് പോകുന്നു. എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ. ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഈ വിളവെടുപ്പ് കഴിയുമ്പോ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം. എവിടെയാണ് നിന്റെ മോൻ? ഇവിടെ വാടി. നീ മെത്രാനെ വിളിച്ച് ഞങ്ങളെ പേടിപ്പിക്കാനോ? അവനെയൊന്നും ചെയ്യല്ലേ. ആരും രക്ഷപ്പെടില്ലേ. മെത്രാനെ, നീ മര്യാദക്ക് പുറത്തേക്ക് പോകാം. ഇന്ന് നിന്റെ അന്ത്യമാണ്. അടങ്ങിയടാ പന്നി.
വെക്കേ വെക്കടാ, നെഞ്ചത്ത് വെക്കടാ ഇവിടെ. ഡോക്ടറെ, അത് ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. അത് എപ്പോഴും വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങോട്ട് വിളിക്കാം ഡോക്ടർ. പ്രായപൂർത്തിയാകാത്തവർ 2 കേസുകളിലുമായി 7 പേരെ പോലീസ് പിടികൂടി. പാലാ കഠിനകുളത്ത് 15 വയസ്സുകാരിയെ പീഡനത്തിന് ശേഷം കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസി അറസ്റ്റിൽ. നഗരത്തിലെ പ്രമുഖനായ മാനസിക രോഗ വിദഗ്ധന്റെ മകളാണ് കൊല്ലപ്പെട്ട +1 വിദ്യാർത്ഥിനി. ഏതാനും ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം സ്കൂളിനരികിൽ പൊന്തക്കാട്ടിൽ നിന്നും വിദ്യാർത്ഥി അച്ഛന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് ഓമനപ്പൂമുത്തെ ചായുറങ്ങൂ. ആരീരോ കണ്ണേ നീയുറങ്ങൂ. അച്ഛന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് ഓമനപ്പൂമുത്തെ ചായുറങ്ങൂ. താരാട്ടുപാടാൻ ഈണമില്ല, താളം ചേരില്ല. എന്നാലും എന്നുള്ളം നീയുറങ്ങാൻ പാട്ടായി മാറിയിട. അമ്മക്കിനാവായി കണ്ണെഴുതിടാം ചേലിൽ നിന്നെ സ്നേഹം കൊണ്ടേ മാമൂട്ട. ആരു ആരോ ആരാരു ആരിരോ കണ്ണേ നീയുറങ്ങൂ. അച്ഛന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് ഓമനപ്പൂമുത്തെ ചായുറങ്ങൂ. ആരീരോ ആരോ ആരാരീരോ ആരീരോ ആരീരോ. ഇത്തിരി ലേറ്റായി വരാൻ. വന്നതിൽ വലിയ ഉപകാരം കേട്ടോ. അമ്മച്ചി വന്നിട്ട് കുറെ നേരമായോ? ഞാൻ കൊണ്ടുവന്ന് ആക്കണോ? ആ, നീ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടില്ല. എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? അപ്പനപ്പോ ലാൻഡ് ഫോൺ വിളിച്ചിടായിരുന്നോ? ആരാ? ആ ചോദിച്ചേട്ടാ ഇല്ല, അന്ന് വന്ന് ആ ചേട്ടനാ. ഇയാൾക്ക് ധന്യത്തിന്റെ കേടാ. തലക്കാച്ചി വല്ലതും ഉണ്ടോ? അയാളും അയാളുടെ ഒരു മോളും. അതോ ചരക്കിന് വേണം ലോകത്തില്ലാത്ത ഡിമാൻഡുമാണ് പറയുന്നത്. അങ്ങനെയുള്ള ചരക്കിന് ഞാൻ എവിടെ പോയി കൊണ്ട് കൊടുക്കാനാ? വല്ല കക്കാവാരുന്നവനും കിട്ടും. ഈ ഗുണ്ടയായിട്ട് കിടക്കുമ്പോ ആലോചിക്കണം, മോക്ക് നല്ല ചരക്കിനെ കിട്ടിയാലെന്ന്. അയാൾ ഗുണ്ടയാണെങ്കിൽ അയാളുടെ കയ്യിരിക്കും. അതിനെക്കാട്ടും വലിയ ഗുണ്ടയാ ഞാൻ. അയാൾ മനസ്സിലാക്കുന്നില്ല. ആ
എപ്പോ വന്നു? ആദ്യത്തെ വിളിക്കാൻ വന്നു. അമ്മേ, അപ്പൊ അകത്ത് പറഞ്ഞെല്ലാം കേട്ട് കാണും. ചേട്ടന്റെ മോക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സത്യം. ചേട്ടന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്ന ഒരു ചെറുക്കനെ ഞാൻ കുഞ്ചിത്തണ്ണിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുഞ്ചിത്തണ്ണിന്ന് ചെറുക്കനാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡോക്ടർമാരെ നോട്ടമുണ്ടോ? വേണ്ടെങ്കിൽ വേണ്ട, ഡോക്ടർ വേണ്ട. നല്ല ഒന്നാം തരം മർച്ചന്റ് നേവി ഓർമ്മ എടുക്കട്ടെ. സ്വന്തമായിട്ട് 3 കപ്പലുള്ളത് അവർക്ക്. അതെടുക്കല്ലേ? ചേട്ടന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്ന ചെറുക്കനാ. വലിക്കില്ല, കുടിക്കില്ല, ചേട്ടൻ പറയാതെ പിടുക്കത്ത് പോലും ഇല്ല. അങ്ങനെ ഒരു ഉഗ്രൻ ചെറുക്കനുമായിട്ട് ഞാൻ നാളെ രാവിലെ വീട്ടിൽ വരാം. അപ്പൊ ധൈര്യമായിട്ട് ഞാൻ പൊക്കൂ. ചേട്ടൻ ചെറുക്കനുമായിട്ട് വന്നിരിക്കും. വന്നിരിക്കും. പൊക്കോ ചേട്ടാ, സത്യം. അപ്പോ നാളെ എപ്പോ വരുന്ന ബ്രോക്കർ പറഞ്ഞേ? അവര് കാലത്ത് തന്നെ വരും. ചെറുക്കൻ മർച്ചന്റ് നേവിയിലാ. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചിപ്സും കുറച്ച് ലഡുവും കുറച്ച് കേക്കും ഒക്കെ വാങ്ങണം. ജോയേട്ടാ, അവളിപ്പോ പഠിച്ചോണ്ടിരിക്കല്ലേ? ഇപ്പൊ അവളെ കെട്ടിച്ചു വിടണോ? കുറച്ച് കഴിയട്ടെ. എനിക്കിപ്പോ ആകെ എന്തോ ഒരു ടെൻഷൻ പോലെ. കാരണം എന്താന്ന് ചോദിച്ചാ പറയാനായിട്ടൊന്നും ഇല്ലതാണ്. അതിപ്പോ എന്തുവാ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വയസ്സായി, നിങ്ങൾ ഈ ഫീൽഡ് കിട്ടോ. അതല്ല, നമ്മുടെ ഈ ഫീൽഡിൽ എപ്പോഴാ എവിടെന്നാ പണി വരണമെന്ന് പറയാൻ പറ്റില്ല. ആരുടെയെങ്കിലും പിച്ചാത്തി പിടിക്ക് തീരുന്നതിന് മുമ്പ് അണുവിനെ കെട്ടിച്ചു വിട്ടാ അത്രയ്ക്ക് സമാധാനവും എനിക്ക്. നീ കഴിച്ചേ, സമയം വൈകി. ആ സാധനങ്ങളും മേടിച്ച് വേഗം പോവാം. ശരിട്ടോ. ഇത് കൂടി എടുക്കണ്ട കേട്ടാ. ബില്ലെടുത്തു. അല്ല ജോയെ, വിശേഷം വല്ലതും ഉണ്ടോ വീട്ടില്? പതിവില്ലാതെ പലഹാരങ്ങളൊക്കെ വാങ്ങണേ. മോളെ കാണാനായിട്ടൊരു കൂട്ടർ വരണ്ടേ. ബില്ലെത്രയായി? 455. എന്റെ മൊബൈലും ചാർജറും തന്നെ. എന്താടോ? സിനിമ നാന. അതൊരു 30 രൂപ. ഇത് വായിക്കാൻ കണ്ടൊരു പ്രായം. എന്തോരം ബേക്കറി സാധനങ്ങളാ. നിങ്ങൾ രാവിലെ കഴിച്ചിട്ടായിരിക്കും വന്നല്ലേ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലെന്നേ. നോക്കാനൊന്നുമില്ല, നല്ല ഒന്നാം തരം ഫാമിലിയാ. തോമസ് ലീഗ നേരിട്ട് വന്ന് മാമൂസ മുഖ്യ കുടുംബമായത്. ആന്നേ, എന്നാത്തിന് ഏറെ പറയുന്നത്, ഇവിടുത്തെ പള്ളിയിലെ വികാരിക്ക് സമയമില്ലാത്തപ്പം അന്തികുതാച്ചയ്ക്ക് വിടുന്ന ആരെയാ? ഇങ്ങനെയാ ഈ കുടുംബത്തിൽ വന്ന് കയറുന്നത്. നിന്റെ ലക്ക. ആടെ വരുന്ന എണീറ്റ് അങ്ങോട്ട് വെച്ചേ. എടുത്തോ, എടുക്കുമോനെ. ചായയാണേ. മോനെടുക്ക്. എടുക്ക്. മോനും എടുക്ക്. മകളുടെ അമ്മയില്ലാത്തതുകൊണ്ടാ ഞാൻ തന്നെ കൊണ്ടെത്തന്നെ. ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാനൊന്നുമില്ല, കൂട്ടുങ്കൽ ഫാമിലി കേട്ടിട്ടില്ലേ? മൊത്തം എത്രമാരും അച്ഛന്മാരും അവരുടെ കുടുംബത്തിൽ. പിന്നെ ഇത് അപ്പൻ, അത് പെങ്ങള്, അത് പെങ്ങടെ മോൻ. പിന്നെ ചേട്ടാ, ചെറുക്കൻ സ്വല്പ ധൃതി ഉണ്ടേ പോകാനായിട്ട്. മോളെ ഒന്ന് വിളിക്കായിരുന്നു, ഇവർക്ക് കണ്ടിട്ട് അങ്ങ് പോകായിരുന്നു. എന്തെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കും മോനെ. പറഞ്ഞു കേട്ടില്ലേ? ഓ, പേര് കേട്ടില്ലേ? അനു മോളേന്ന്. അപ്പനെ പറഞ്ഞോട് എത്രയ്ക്ക് ധൃതിയായോ? എന്റെ മോളെ ഒന്ന് കെട്ടിച്ചു വിട്ടിട്ട് വേണ്ടേ ഈ അപ്പനൊന്ന് ഫ്രീ ആവാൻ? ഞാനില്ലാതെ അപ്പൻ എങ്ങനെയാ ജീവിക്കുക? എന്താ ഈ പറയണേ? മോക്കറിഞ്ഞൂടെ അപ്പന? എന്റെ മോളൊന്ന് ചിരിച്ച്. അവരുടെ മുമ്പിൽ ചെല്ലുമ്പോളേ കണ്ണെന്നറിയാൻ പാടില്ല. അവൾ ആദ്യമായിട്ട് സാരി കൊടുക്കണ ഒരു താമസമായിരുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ. പിന്നെ സ്വന്തക്കാരും അങ്ങ് വിളിച്ചില്ല. പേര് ചോദിക്കും. എന്താ പേര്? അനു. അവളങ്ങനെ നാണക്കാരി ഒന്നല്ല, BBA ഒക്കെ പഠിക്കുന്നേ. കണ്ടോ, BBA അതന്നെയാണോ? അങ്കിൾ എന്ത് ചെയ്യുന്നു? അത് ഐ മീൻ എവിടെ വർക്ക് ചെയ്യണേ? ജോലിയിലൊക്കെ എന്തിരിക്കുന്നു അല്ലേ? അതെ. എന്നാലും വെറുതെ അറിഞ്ഞിരിക്കാൻ ചോദിച്ചതേ ഉള്ളൂ.
എന്താ ജോലി? പിന്നെ പറഞ്ഞു അത് അറിയേണ്ട കാര്യമൊന്നുമില്ലേ. നല്ല ഡീസന്റ് ജോലിയാ. കൊട്ടേഷനാ? അതാണോ പൊളപ്പ്? കൊട്ടേഷൻ பின்னாடி 100 பேர் இருக்கலாம், 1000 பேர் இருக்கலாம். ஆனா ஏன் முன்னாடி ஒரே ஒருத்தன் தான். ये शक्ति നടക്കണ്ട. ഹലോ ആരടാ? ഒരു മിനിറ്റ്. ഹലോ, നിങ്ങൾ ആരാന്ന് പറയൂ. എന്നെ കാര്യമില്ലെന്ന് പറയൂ. ഹലോ ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ അല്ല, ഞാനിവിടെ ഉണ്ട്. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. നീ ആ വാറക്കണ്ടാണോ? ഒരു മരിപ്പിന്റെ പരിപാടി വിട്ടിട്ട് കുറെ നാളെ. നിന്റെ മരിപ്പ് കൂടാനൊരാഗ്രഹം. ഇത് ശാലുവിന് വേണ്ടിയുള്ള പണിയാ. നീ ആസിഡ് ഒഴിച്ച പെണ്ണ്, അവളുടെ അപ്പം തന്ന കൊട്ടേഷൻ. എപ്പോഴാ ശവടക്ക്? 4 മണിക്ക്. ഓ, നേർന്നുണ്ടാ? നീ ഇനി ലോകത്ത് വേണ്ട സിജോ. പെൺകുട്ടികളുള്ള എല്ലാ അപ്പന്മാർക്ക് വേണ്ടിയും നിന്റെ ഈ നെഞ്ചത്ത് ഞാൻ റീത്ത് വയ്ക്കും. വിണ്ണിൽ നിന്നും മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ
നീറ്റ് ആൻഡ് സേഫ്. ഞാനും മോളും ഇവിടുന്ന് മാറണം. എന്തിന്? എടാ, ഞാൻ ഒരു കാര്യമേറ്റാൽ അത് കറക്റ്റായി ചെയ്തിരിക്കും. അതുകൊണ്ടല്ലേ മെത്രാൻ തന്നെ ഏൽപ്പിച്ചത്. യു ക്യാൻ ഗോ ആൻഡ് ഹാവ് യുവർ ഡ്രിങ്ക്സ് ആൻഡ് ഹാവ് എ നൈസ് സ്ലീപ്പ്. ഓക്കെ? എന്താ എന്തുറക്കാണത്? എന്തു പറ്റി? വാ, നിന്റെ ഉറക്കൊക്കെ ശരിയാക്കി തരാം. വാ. അതെ, എന്റെ ടിക്കറ്റ് കൺഫേം ആയി. നെക്സ്റ്റ് വീക്ക് ഐ ആം ഗോയിങ് ടു US. അപ്പൊ ഇനി എന്ന് വരും? നെക്സ്റ്റ് ഇയർ. ഇടയ്ക്ക് ഭാര്യ അടുത്ത് പോയി നിൽക്കണ്ടേ? അതെ, രവി വിളിച്ചിരുന്നു. നിന്നെ കുറെ വിളിച്ചു നോക്കി. പതിവ് പോലെ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. നിന്നെ നേരിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ ഡോക്ടറെ, ഞാനിന്ന് രാത്രി എറണാകുളത്ത് പോകും. ഓ, നീ പറഞ്ഞ മറ്റേ കേസ്. അപ്പൊ മോളോ? അവൾക്കതൊരു ശീലമായി. പിന്നെ അവിടെ അയൽക്കാരൊക്കെ ഉണ്ടല്ലോ. ഇന്ന് അവൾക്ക് കോളേജിൽ എന്തോ പരിപാടിയുണ്ട്. ഓ, എടാ, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. നീ ആന്റണി ഒന്ന് പറഞ്ഞേക്കോ? അവനിപ്പോ നല്ല ഫിറ്റ് ആയിരിക്കും. അതൊരു പുതുമയില്ലല്ലോ. നീ എന്തായാലും അവനത് പറഞ്ഞു വിട്. പിന്നെ അവരത്ര നിസ്സാരക്കാരല്ല, നീ സൂക്ഷിക്കണം. അപ്പൊ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. യെസ്, ഡോക്ടർ ഭാനുമതി സ്പീക്കിംഗ്. മോളെ നിന്റെ പ്രോഗ്രാം? ലാസ്റ്റ് പ്രോഗ്രാം ഞങ്ങളുടെ നാടകം ഇപ്പൊ കഴിയും. ഇരുട്ടുന്നതിന് മുമ്പ് വേഗം വീട്ടിലെത്താൻ നോക്ക്. ഞാനേ ബസ് സ്റ്റാൻഡിലാണ്. പിന്നെ ഞാൻ ആ വടക്കേതിലെ ചേച്ചിയോടെ വന്ന് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ അധികം ലേറ്റ് ആവണ്ട, വേഗം വീട്ടിലെത്താൻ നോക്കട്ടാ. അപ്പൻ ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ഞാനേ മെത്രാൻജോയുടെ മകളാ. ശരി ശരി മോളെ. പിന്നെ എന്റെ ഫോണിനാണെങ്കിൽ ബാറ്ററി കുറവാണ്. ശരി, അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. എന്റെ ബസ് എടുക്കാൻ പോണേ മോളെ. അപ്പൊ ഞാനവിടെ എത്തിയിട്ട് വിളിക്കാം മോളെ. എന്താ ഈ നേരത്ത്? ഒന്നുമില്ല ജോയി, ഇവിടെ ഒരു വെട്ടം കണ്ടുകൊണ്ട് കയറിയതാ. ജോയി എപ്പോഴാ വന്നേ? ഒന്നുമില്ല മോളെ, നമ്മുടെ വടക്കതിലെ ജോർജ് ചേട്ടനാ. മോള് പഠിച്ചോ? മോൾക്ക് നാളെ പരീക്ഷ, അവള് പഠിക്ക. എന്നാ ശരി ജോയി, ഞങ്ങൾ ഇറങ്ങുക. സ്റ്റെപ്പ് സൂക്ഷിച്ചിറങ്ങ. നമ്മൾ ചെന്നിട്ട് പുള്ളിക്ക് അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു. അതെ.
മോളെ, മഴ പറഞ്ഞ ലക്ഷണമുണ്ട്. വാ. ഹലോ. അനു, 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 മോളെ. കൊല്ലും ഞാൻ നിന്നെ. ഇറങ്ങണേ, ഇറങ്ങ, ഇറങ്ങ, കേറടാ. എന്റെ മകള്, നിന്റെ മകൾ അനുവിനൊന്നും സംഭവിക്കില്ല. എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. വണ്ടി എടുക്ക, വണ്ടി എടുക്കാൻ. എന്താ നിനക്ക് വേണ്ടത്? എന്റെ മകളവിടെ. ഇതുപോലൊരു രാത്രിയില്ല എനിക്ക് എന്റെ മകളെ നഷ്ടമായത്. അവളെ അവർ ജോയിക്കറിയില്ല ഞാൻ എന്റെ മോളെ എങ്ങനെ വളർത്തിയതെന്ന്. എന്റെ മകൾ അമ്മയില്ലാതെ വളർന്ന അവളെ ഞാൻ ആ വിഷമം അറിയിച്ചിട്ടില്ല. എനിക്കവരെ കൊല്ലണം ജോയി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്. അവനിപ്പോ എവിടെയുണ്ട്? ഇറങ്ങ, വാ. തുറക്കാൻ. എനിക്കറിയാം ഇവൻ നിന്റെ പങ്കാളിയാണ്. അതാണ് ഞാൻ നിന്റെ അരികിൽ തന്നെ എത്തിയത്. ഇവന്റെ മരണവും നിന്റെ കൈകൊണ്ട് തന്നെ ആവണം. അതാണ് എന്റെ പ്ലാൻ.
അന്ന് മഴയിൽ അലിഞ്ഞു ചേർന്ന എന്റെ മകളുടെ നിലവിളിക്ക് ഇന്നെനിക്ക് ഉത്തരം കിട്ടണം. ആന്റണി, ഇയാൾ പറയുന്നത് ശരിയാണോ? ആന്റണി, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒരു അനിയനെ പോലെ നീ എന്റെ കൂടെ നടന്നവനാ. ശരിയാണ്, ഞാൻ അത്രയ്ക്ക് നല്ലവനൊന്നുമല്ല. പക്ഷെ എന്തെങ്കിലും ഒരു പെണ്ണിന്റെ മേലെ കൈവെക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? പറ്റിപ്പോയല്ലേ. നീ ഇനി വേണ്ട ആന്റണി, നീ ഇനി വേണ്ട. ഇതൊരു പാവം പെണ്ണിന് വേണ്ടിയുള്ള കൊട്ടേഷനാണ്. ചങ്ക് പിടഞ്ഞു നിൽക്കുന്ന അവളുടെ അച്ഛന് വേണ്ടിയുള്ള കൊട്ടേഷൻ. വാ. എനിക്കവരെ കൊല്ലണം. അവനിപ്പോ എവിടെയുണ്ട്?
അപ്പാ എന്താ ഇത്രയ്ക്ക് ചിന്ത? ഏയ്, ഇന്നലെ ഒരുമാതിരി സ്വപ്നം കണ്ടു. ഓ, ആകെ എന്തോ പോലെ. അതെങ്ങനെയാ? പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞ അപ്പൻ കേക്കില്ല. അപ്പൻ ആദ്യം ആന്റണി ചേട്ടനായിട്ടുള്ള കൂട്ടം ഒഴിവാക്കും. എത്രയും ഞാൻ പറയണു. അതെങ്ങനെയാ പറഞ്ഞാ കേക്കണ്ടേ? എന്നിട്ട് സ്വപ്നവും പേടി. മോളെ, ജോയേട്ടാ, എത്ര നാളെ കണ്ടിട്ട്? അത് ഞാൻ ഈ വഴി പോയപ്പോ ചുമ്മാ കയറിയതാ. മോള എഴുന്നേറ്റെന്നാ തോന്നുന്നത്. ജോയേട്ടൻ വരൂ, അകത്തേക്കിരിക്കാം. ഇയാളറിയോ? ഇത് നമ്മുടെ ആന്റണി അല്ലേ? ഇത് ആ വളവിലായുള്ള വീട്. എന്താ ഇവിടെ സ്ഥലം വരുമായിരുന്നു. ആള് മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞല്ലോ. ആക്സിഡന്റ് ആയിരുന്നു. ആ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഏതോ വണ്ടി ഒന്ന് തട്ടിയതാണ്. ആള് മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞല്ലോ. ഇടിച്ച വണ്ടി ഇതുവരെയായിട്ടും തിരിച്ചറിഞ്ഞിട്ടില്ലേ? എനിക്കതൊക്കെ കൊല്ലണം ജോയി. കൊന്നതാണോന്ന് അറിഞ്ഞൂടാ. എന്റെ മകൾ അവനിപ്പോ എവിടെയുണ്ട്?
ഒരു കായിക താരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയിലെ അകറ്റി നിർത്തൂ. ജോയ്, യു പെർഫെക്റ്റ്ലി ഓക്കെ. സ്വന്തം മനിയനെ പോലെ കൊണ്ടുനടന്ന ആന്റണിയുടെ മരണം നൽകിയ ഷോക്ക്. ഫോർ യു ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ്. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. സത്യത്തിൽ എനിക്കും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് വിധി അല്ലാതെന്താ? കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവൻ എന്നോടൊപ്പമില്ലായിരുന്നു. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ അനുവദിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. ഡോക്ടർ, അപ്പൊ എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം? ജോയ്, നിനക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. യു ആർ ക്വൈറ്റ് നോർമൽ. നീ അവൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇപ്പൊ നിനക്ക് സമാധാനമില്ല മോളെ? എനിക്കാകെ എന്തോ പോലെ ഡോക്ടറെ. ഇവിടെ ആരുടെയും കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നവരെ എനിക്കൊന്നും സംഭവിക്കരുത്. അങ്ങനെയല്ല ജോയ്, ഇവിടെ നമ്മളെല്ലാരും കൂടി നല്ലൊരാളെ കൈ തന്നെ ഏൽപ്പിക്കുള്ളൂ. തൽക്കാലം നിങ്ങൾ സ്ഥലം കാലിയാക്ക്. എനിക്ക് 1-2 അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. ഓ മോളെ, നീ ഒന്ന് പുറത്തേക്ക് തന്നെ, അപ്പനപ്പോ വരാം. ശരിയപ്പാ. ഡോക്ടറെ, എനിക്കിത്ര ക്യാഷ് വേണമായിരുന്നല്ലോ. ഓക്കെ. ജോയ്, ഡോക്ടർ അപ്പൊ ഇനി എന്നാ അമേരിക്കക്ക് പോകുന്നത്? എവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലേക്ക് കൊണ്ടുവന്നത്. ഇനി എന്നെ വീട് അങ്ങോട്ട് തിരിച്ചയക്കുക. ജോയ്, ഏയ്. അതെ. പോവാ. എന്താപ്പാ? അപ്പനൊന്നും മനസ്സിലാകുന്നില്ല മോളെ. ആന്റണി മരിച്ചത് അപ്പൻ അറിഞ്ഞില്ല. ഇപ്പോ ഡോക്ടർ USA പോയി വന്നതും അപ്പൻ അറിഞ്ഞില്ല. അപ്പനെന്തോ ഒരു
കുഴപ്പമുള്ളതുപോലെ മോളെ. അപ്പനതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഡോക്ടറുകൾ പറഞ്ഞില്ല ടെൻഷൻ അടിക്കരുതെന്ന്. പിന്നെന്തിനാ? അപ്പൻ എന്തായാലും ആന്റണിയുടെ വീട് വരെ ഒന്ന് പോണം. അല്ല, അതിനു മുമ്പ് എനിക്ക് വേറൊരു സ്ഥലം വരെ ഒന്ന് പോണം. അപ്പന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആന്റണിയുടെ കൂടെ അപ്പൻ അവസാനം പോയത് അവിടെയാ. അവിടെ ഒന്ന് പോണം. ആ കാണുന്ന വീട്ടിലാണ് ഞാൻ ആനയുടെ ഒപ്പം അവസാനം പോയത്. മോളിവിടെ ഇരിക്കി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ശരിയപ്പാ. ആരാ ചെയ്തെന്ന് ഇതുവരെ പിടിയിട്ടില്ലല്ലോ. അതിനിവിടെയുള്ളവരല്ലോ, പുറത്തുള്ളവരല്ലേ. എല്ലാം ദൈവവിധി എന്ന് പറഞ്ഞാൽ മതി. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ വിളിക്കും. അവൻ വരാന്ന് പറയണല്ലാതെ കഴിഞ്ഞ പ്രാവശ്യവും കൂടെ ഞാൻ വിളിച്ചതാ പാടാ. അവൻ വരണ്ടേ? അവന്റെ സമയത്ത് വല്യപ്പന്റെ കൂടെ പോണെന്ന് ഇപ്പം പറയാറുണ്ട്. കോട്ട് കിട്ടത്ര ശരിയില്ലെന്നേ. അതെ, ഈ ഫോട്ടോയിൽ കാണുന്ന സിജു. സിജോടെ ആണ്ടല്ലേ നടക്കണേ. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലേ? സിജോ മരിച്ചിട്ട് 1 വർഷമായി. അവന്റെ പരിപാടിയല്ലേ നടക്കണേ. സിജോനെ എങ്ങനെ അറിയാം? സിജോന്റെ ഫ്രണ്ടാ. ആണോ? ദേവസി, ഭക്ഷണം കൊടുക്കിയാക്ക്. കൂടെ അവിടെ അവന്റെ ഫ്രണ്ടാ. മരണത്തെ ഭയമുണ്ടോ അപ്പന്? എനിക്ക് ഭയമില്ല. മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എനിക്ക് ഭയം. നീ വെറുതെ ആവശ്യമില്ലാത്തവരൊന്നും പറയല്ല എന്റെ അനു. മരണം എല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ലപ്പാ. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. ചിലരെല്ലാം വിട്ടുപോകേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ്. അതിനൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാവും. പള്ളിയിലേക്ക് വന്നു തുടങ്ങിയോ? പള്ളി വന്നൊന്നല്ല, ഞാൻ ജോയേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഇവിടെയൊക്കെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. മാർപ്പാപ്പേ. കളിയാക്കണ്ട ആന്റണി ചേട്ടാ. എന്റെ അപ്പനിപ്പോ മാർപ്പാപ്പ തന്നെയാ. എന്താടാ കാലത്ത് തന്നെ എത്ര വലിയ പ്രശ്നം? ഒരു കാര്യം കുഴപ്പമില്ലതും ഉണ്ടാക്കിയാ? പറയാനേ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു. അവളിപ്പോ വീട്ടിലുണ്ട്. ഏത് മറ്റേ പെണ്ണാണോ? സൂപ്പർ മാർക്കറ്റോ അതോ ഫാൻസി സ്റ്റോറോ? അതൊന്നുമല്ല. ഇത് നമ്മുടെ രാജാക്കാട് കഞ്ചാവ് എടുക്കുന്ന വീട്ടില് അവിടുത്തെ പെണ്ണ. പിന്നെ വിളിച്ചോണ്ട് വന്നൊന്നുമല്ല, കൂടെ ഇറങ്ങി പോന്നതാണ്. നമ്മുടെ ജാതി മതൊന്നുമല്ല, ഹിന്ദുവാ. എന്താ നോക്കി ഒരു പാവം കുട്ടിയെ ചോട്ടാ. പിന്നെ എന്നെ സ്നേഹിക്കാനോ ആരെങ്കിലും വേണ്ടേ? നീ വാ മോളെ, നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം. ഏത് പെണ്ണിനെ വിളിച്ചിട്ടാണോ വന്നേക്കണേ? ചോട്ടാ, ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി, എന്റെ കൊച്ചിന് ഞാൻ ഡോക്ടറാണ്. ഈ ഹാർട്ടിന്റെ ഡോക്ടർ. അപ്പയുടെ പോലെ തന്നെയാ, വലിയ വാശിക്കാരിയാ. അയ്യോ പിടിച്ചോ. വരട്ടെ ചേച്ചി. എന്നാ ശരി കേട്ടാ. പിന്നെ
എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുതട്ടാ. ഇരിക്കട്ടെ. അയ്യോ ഇതൊന്നും വേണ്ട ജോയേട്ടാ. അയ്യോ വേണ്ടെന്ന് പറയരുത്. വരുന്ന വഴിക്ക് എന്റെ ആന്റിയുടെ മകൾക്ക് എന്തെങ്കിലും വാങ്ങാൻ ഞാൻ മറന്നുപോയി. അതാ വാ മോളെ. ഇതാരാ നിന്നോട് ഈ കഥ വിളിച്ചു പറഞ്ഞത്? വല്ല ട്രാപ്പ് വല്ലതും ആണ്? അതാവാൻ വഴിയില്ല. രവിയുടെ പേരല്ലെങ്കിൽ ആള് പറയണ ആ അസിഡ് കേസായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഈ ഇന്റർനെറ്റ് കോൾ ആയതുകൊണ്ടാണ് ഒരു സംശയം. പണിതവൻ പുറത്തുനിന്നുള്ള ആളല്ല. നമ്മുടെ സിജോ പോയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. ഇപ്പോഴും അതിന്റെ വേദന മാറിയിട്ടില്ല. തീർക്കണം. ഇത് ചെയ്തത് ഏത് മോനാണെങ്കിലും തീർക്കണം. ചായ കുടിക്കുമോടെ? പപ്പ ഇങ്ങോട്ട് നോക്കി സംസാരിക്കും പപ്പ. പപ്പ എത്ര നാളായി എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട്? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ പപ്പ. പപ്പയുടെ മോളെ എനിക്ക് അറിയില്ല, ഇരട്ട തൊളിക്കില്ല. എന്റെ മോളെ എന്റെ മോൾക്കാണ്. അതൊന്ന് നോക്കിയേ. കൊള്ളാം, പക്ഷെ എന്റെ മോൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല. നമുക്കൊരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ അതുപോലത്തെ ഇത് പോലെ.
ഹലോ മിസ്റ്റർ, ജനുവരി 31, 2017 കളപ്പറമ്പിൽ ദേവസി മകൻ ആന്റണി, വയസ്സ് 28. ആന്റണി, റീസൺ ആൻഡ് കോസ് ഓഫ് ഡെത്ത് ആക്സിഡന്റ്. ഇമ്മീഡിയറ്റ് ഡെത്ത് ഫോളോഡ് ബൈ ഇഞ്ചുറീസ് ടു ഹാർട്ട്, ഗ്രേറ്റ് വെസൽസ്. സംശയിക്കേണ്ട, അടിച്ചു തെറിപ്പിച്ചതാ. സ്റ്റൊമക് കണ്ടെയ്ൻസ് ആൽക്കഹോളിക് സബ്സ്റ്റൻസസ്. നല്ല വെള്ളമായിരുന്നല്ലേ? ഈ റെക്കോർഡിലിருக்கு. ഈ കയ്യും കാലും കെട്ടിയിട്ടിട്ട് വണ്ടി ഇടിച്ച് കൊന്നതാണെങ്കിലോ? എടോ, തന്റെ ഈ 1000 രൂപയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത്. എന്റെ കാല പിടിച്ച് കറിഞ്ഞത് കൊണ്ടാ. മനസ്സിലായ? ഇനി ഇതിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ അനുസരിക്ക് കേട്ടോ. നമ്മളിതെല്ലാം മാറ്റി വിട്ടാതെ വന്നിട്ടാണ് നമ്മളെ. എന്താ സാർ? നീ ആകെ മാറിപ്പോയടാ ജോയ്. നീ എന്നാ വന്നേ? അത് നീ എന്നെ അന്വേഷിച്ച് സ്റ്റേഷനിൽ വന്നപ്പോഴേ ഞാൻ തൊടുപുഴയിലായിരുന്നു, കോടതിയിൽ. എടാ, നീ രവിയുടെ കാര്യം അറിഞ്ഞില്ലേ? സ്വിമ്മിംഗ് പൂളിലിട്ട് മുക്കി കൊന്നതാ. ഏത് രവി? എടാ, രവിയെ നീ മറന്നുപോയോ? ആ ആസിഡ് കേസിലെ പെണ്ണിന്റെ അച്ഛൻ. നീ എന്നെ അന്ന് കാണാമെന്ന ഓർമ്മയില്ലേ അയാളുടെ മകളുടെ കാര്യത്തിന്? കോളനിയിലെ സിജുവിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ ആന്റണിയുടെ കാര്യം ഞാൻ അന്വേഷിച്ചു. മരിച്ചിട്ടിപ്പോ 1 വർഷം കഴിഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ജനുവരി 31. സീൻ മസലും ബോഡി മസലും ഒന്നും സംശയമൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നെ വാഹനം ഇടിച്ച് മരിച്ചായിട്ടാ. പിന്നെ പരാതിപ്പെടാനും കുത്തിപ്പൊക്കാനൊന്നും വേറെ ആരും ഇല്ലല്ലോ. അത് ഞാനപ്പോ നിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ പോട്ടെ, തിരുത്തരക്കുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് പോവാം. മോളെ അനു, മോളെ 2 ഗ്ലാസ് ചായ എടുത്തോ. മോളടുക്കളയിലുണ്ടേ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക. മോളെ അല്ലെങ്കിലേ മോളിങ് വന്നേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. എനിക്ക് അവളിപ്പോ ടൗണിലെ സ്കൂളിലാണ് പഠിക്കണേ. പരിചയപ്പെട്ടിരുന്ന ഇടയ്ക്ക് എന്റെ മോളൊന്ന് ശ്രദ്ധിക്കാലോ. അനു മോളെ, ഞാൻ പോയിട്ട് സാറിന് പോയിട്ട് ധൃതിയുണ്ട് മോളെ, ഒന്നെങ്കിൽ വാ. അനു അനു, ഈ കുട്ടി എന്തെടുക്കാണ് അവളോടെ? എടാ ജോയ്, എന്താ സാർ? എന്താ? നീ ഒന്ന് സൂക്ഷിക്കുന്നതല്ലായിരിക്കും. രവിയെ തോണ്ടിയത് സിജോയുടെ പിള്ളേരാ. ഇനി നീ സംശയിക്കുന്ന പോലെ ആന്റണിയുടെ മരണം ആക്സിഡന്റ് അല്ല എങ്കിൽ അതിന്റെ പിറകിലും
ഇതേ ടീം തന്നെ ആവാനാണ് സാധ്യത. അവര് നിന്റെ പുറകെ ഉണ്ടെന്നാ കേട്ടത്. മോശക്കാരൊന്നുമല്ല, അത്ര നിസ്സാരമായിട്ട് കാണുകയും വേണ്ട. കളം വിട്ട് കളിക്കുന്നവരാ. ഞാൻ ജോയി, മെത്രാൻ ജോയി. വർഷങ്ങൾക്ക് മുമ്പ് ഈ കളി നിർത്തി കളം വിട്ടുപോയതാ. പിന്നീട് കളത്തിലിറക്കിയത് നിങ്ങളുടെ സിജു. ഇപ്പോ നിങ്ങൾ എന്നെ തേടി പുതിയ കളത്തിലിറങ്ങി നിറഞ്ഞ് നിങ്ങളുടെ കളത്തിൽ വന്നതാ.
നീ ഏത് ഗുദാമിൽ പോയി ഓടിച്ചാലും ഈ ദാസൻ നിന്നെ തീർത്തിരിക്കോടാ. ഇതെന്റെ ആന്റണിക്ക് വേണ്ടിയുള്ള കൊട്ടേഷനാണ്. കുറച്ചു ദിവസമായിട്ട് തീരെ സമാധാനമില്ല അച്ചു. ആരും എന്നെ പിന്തുടരുന്നത് പോലെ തോന്നുന്നു. മരണത്തെ ഞാൻ ഒരുപാട് ഭയപ്പെടുന്നു. മരിച്ചുപോയവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ തോന്നുന്നു അച്ചു. എനിക്കെല്ലാവരോടും ഭയങ്കര ദേഷ്യവും പകയും. എനിക്കറിയില്ല അച്ചു, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. എല്ലാം നിന്റെ തോന്നലാണ് ജോയി. ദൈവത്തിൽ വിശ്വസിക്കുക. നിർമ്മല ഹൃദയർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നീ നന്മയുടെ പക്ഷത്തായിരിക്കുന്നിടത്തോളം നീ അവന് പ്രിയപ്പെട്ടവനായിരിക്കും. പക്ഷേ മരിച്ചുപോയവരെല്ലാവരും എന്നെ ഒരുപാട് കുറ്റപ്പെടുന്നുണ്ട് അച്ഛോ. എന്റെ അമ്മ, എന്റെ ഭാര്യ. എനിക്കെന്തോ ഉറങ്ങാൻ പറ്റുന്നില്ല അച്ഛോ. ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. എനിക്കെന്തോ അരുതാത്ത സംഭവിക്കാൻ പോകുന്ന പോലെ. ജോയ്, ഇതിനെല്ലാം പരിഹാരമായി നീ വിസ്മരിച്ച, എന്നാൽ നീ ഇതുവരെ സന്ദർശിക്കാത്ത, നിനക്കേറെ പ്രിയപ്പെട്ട ഒരാളുടെ കല്ലറ. അവിടെ ചെന്ന് മനസ്സ് തുറന്നു പ്രാർത്ഥിക്കുക. ദൈവം നിന്നോടൊപ്പമുണ്ട്.
എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. ഓ, ഡോക്ടർ ഒപ്പിയിലാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാമോ? പ്ലീസ് സിസ്റ്റർ, ഡോക്ടർ ഒന്ന് ഫോൺ ചെയ്യൂ. ജോയി കാണാൻ വന്നിരിക്കുന്നു പറയൂ പ്ലീസ്. ആരാ? ഈ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടിയേ? എനിക്കറിയില്ല. ഇതാരാ നിനക്ക് തന്നേ? എനിക്കറിയില്ല. ഇതെങ്ങനെയാ ഇവിടെ വന്നേ? എനിക്കറിയില്ല. ഞാൻ ഇന്നലെ വന്നുള്ളൂ. ഈ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടിയേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ജോയി, തനിക്കെന്താ പറ്റിയത്? താനാരാ? തനിക്കെന്താ വേണ്ടേ? എനിക്കറിയാം എന്റെ ആനയെ കൊന്നെന്റെ പുറകിൽ നീയാണെന്ന്. എനിക്കറിയണം താനാരാ, എന്തിനാ എന്നെ പിന്തുടരുന്നത്? എന്റെ മകളുടെ ഫോട്ടോ എങ്ങനെയാ മുറിയിൽ വന്നു? അത് ഞാനല്ലേ ഡോക്ടറെ? ഡോക്ടർ, ഈ ഒരു അവസ്ഥയിലാണ് തന്നെ ആദ്യം ഇവിടെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലം നീ എന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഭൂതവും വർത്തമാനവും മറന്ന് നിന്നെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ചത് ഞാനാണ്. ജോയ്, ഈ ഫീൽഡിൽ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത നിനക്കുണ്ട്. നിനക്ക് ജന്മന മുകളിലിരിക്കുന്നവൻ വിരലടയാളം തന്നിട്ടില്ലല്ലോ. എന്റെ കഥയ്ക്കും നിന്റെ കഥയ്ക്കും ഒരുപാട് സാമ്യമുണ്ട്. പക്ഷെ നിന്റെ കഥയിൽ നിനക്ക് പകരം നീ കണ്ടത് എന്റെ മുഖമാണ്. ഒരു വർഷം മുമ്പ്
നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പലതും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് എന്റെ മനസ്സും ശരീരവും തളർന്നു. പക്ഷേ നിന്റെ മനസ്സ് തളർന്നു, ശരീരം തളർന്നില്ല. പോ, ചെയ്തു തീർക്കാൻ നിനക്ക് ഒരുപാടുണ്ട്. നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ബാക്കി കഥകൾ ഈ മൊബൈൽ പറയും. നീയായിരുന്നോ? നീ എന്തേ സമയത്ത്? ഡോക്ടർ, എനിക്ക് ഡോക്ടറോട് അരമണിക്കൂർ ഒന്ന് സംസാരിക്കണം. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, സൂക്ഷിക്കണം. അവര് ചില്ലറക്കാരല്ല. രവിയുടെ ചടങ്ങിന് പോയിരുന്നു. ആ ശാലുവിന്റെ മുഖത്ത് വെക്കാൻ പറ്റുന്നില്ല. എന്റെ ഈ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ അവിടെ ചെയ്യാം. ഇതങ്ങ് പിടി, എല്ലാ ടെൻഷനും മാറും. ഇനി പറ, നിനക്കെന്താ പറ്റിയത്? ജോയ്, നീ എവിടെയിരുന്നു? ഞാൻ പറയാറില്ലേ, എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അപരിചിതൻ, ആ അപരിചിതന്റെ പുറകെയായിരുന്നു ഞാൻ. നീ ആരെപ്പറ്റിയാ പറയുന്നത്? ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും എല്ലാം ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഒരാളല്ല അത് ചെയ്തത്. എല്ലാം എന്റെ തോന്നലുകൾ മാത്രം. അയാൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രം. കോളേജ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് വരാ ചേട്ടാ. അപ്പഴും വണ്ടി ബ്രേക്ക് ഡൗൺ ആയ. അപ്പനെ വിളിച്ചിട്ട് കിട്ടണില്ല. ആണോ? ചേച്ചി അറിയുന്ന ആൾക്കാരെ എന്റെ അപ്പന്റെ കൂട്ടുകാരാ. വേണ്ട സാർ, കല്ലാർകൂട്ടിന്ന് കൂട്ടുകാരൻ കേബിളായിട്ട് വരുന്നത്. ഞാൻ പോയിക്കോളാം. ഓക്കെ ആണോ? ഓക്കെ സാർ. ചേട്ടാ എന്നാ ഞാൻ പൊക്കോട്ടെ? ഓക്കെ. ചേട്ടനെ കണ്ടാ നന്നായി. ഭാഗ്യം ഈ അപ്പന്റെ ഫോണാണെങ്കിൽ ആവശ്യത്തിന് കിട്ടുകയില്ല.
ഞാൻ ഓരോന്നോരോന്നായി ഓർത്തെടുക്കുക. പതുക്കെ പതുക്കെ. ഇത്രയും നാളും ഞാനപ്പോ എനിക്കായെല്ലാം നഷ്ടപ്പെട്ടത്. ഞാൻ തനിച്ചായിരുന്നു. എന്റെ കൂടെ ആരുമില്ല. അപ്പാ എന്താ ഇത്രയ്ക്ക് ചിന്ത? ഏയ്, ഇന്നലെ ഒരുമാതിരി സ്വപ്നം കണ്ടു. അതെങ്ങനെയാ? പ്രാർത്ഥിച്ചിട്ട് കിടക്കാൻ പറഞ്ഞ അപ്പം കേക്കില്ല. എന്താ ഈ നേരത്ത്? ഇവിടെ ഒരു വെട്ടം കണ്ടോണ്ട് കയറുക. ജോയി എപ്പോഴാ വന്നേ? മോൾക്ക് നാളെ പരീക്ഷ. അവിടെ പഠിക്കുക. ഇയാളുടെ അസുഖമൊക്കെ മാറി. എവിടെ? ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി പോന്നാന്നാ തോന്നുന്നത്. ആ, നാളെ ആ പെൺകൊച്ചിന് പരീക്ഷയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇതൊക്കെ കാണാവുന്നതും കേൾക്കാവുന്നതും അല്ലാതെ വേറെ എന്നാ പറയാനാ? അതെ അതെ. അപ്പനൊന്നും മനസ്സിലാവുന്നില്ല മോളെ. ആന്റണി മരിച്ചത് അപ്പൻ അറിഞ്ഞില്ല. ആന്റണിയുടെ വീട് വരെ ഒന്ന് പോണം. ഹലോ മോളെ, 2 ഗ്ലാസ് ചായ എടുത്തോ? മോളടുക്കളയിലുണ്ടേ. എന്റെ മകൾ അനു നമ്മളോടൊപ്പം എപ്പോഴുണ്ട്. എടോ, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഒന്ന് പോയത്. നീ മറന്നുപോയോ? എന്തിനാ ഡോക്ടറെ നീ ഇനിയും എന്നെ പറ്റിക്കൊന്നേ? ഇനി പറയൂ ജയ, എന്റെ മകൾ എന്നെ വിട്ടുപോയിട്ട് 1 വർഷം കഴിഞ്ഞു. നീ അതും എന്നിൽ നിന്ന് മറച്ചു വെച്ചു അല്ല ജയ? ശരിയല്ലേ? ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നവരെ എനിക്കൊന്നും സംഭവിക്കരുത്. അങ്ങനെയല്ല ജോയ്. ഇവിടെ നമ്മളെല്ലാരും കൂടി നല്ലൊരാളെ കൈ തന്നെ ഏൽപ്പിക്കുള്ളൂ. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ മോളെ? ഏയ് ജോയ്, നിന്റെ മനസ്സ് വേദനിക്കേണ്ട കരുതിയാണ്. ഐ എം റിയലി സോറി ജോയ്. പതിയെ നിന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരായിരുന്നു എന്റെ പ്ലാൻ. യുനോ ആന്റണി, ഹി വാസ് എ പെർവേർട്ട്. നമ്മുടെ അനുവിനവൻ ഇനി ആരുടെ കൈ കൊണ്ടാണെങ്കിലും അവൻ കൊല്ലപ്പെടേണ്ടത് തന്നെയാണ്. എനിക്കറിയാം നിന്റെ മനസ്സിപ്പോഴും ഇതൊന്നും അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലായിട്ടില്ലെന്ന്. ഇതെല്ലാം എനിക്ക് നിന്നെ മുൻപേ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിറങ്ങലിച്ച് നിന്റെ മകളുടെ ശരീരത്തിന് മുമ്പിൽ നീ തളർന്നു നിൽക്കുന്നത് കണ്ടപ്പോ പിന്നീടുള്ള നിന്റെ ജീവിതം മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുമ്പഴികൾക്കുള്ളിലാവുമെന്ന് ഐ നെവർ എക്സ്പെക്ടഡ്. പലപ്പോഴും ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നു. ഐ എം സോറി ജോയ്. ഐ എം റിയലി സോറി. അങ്ങനെ എല്ലാ സോറിയും നീ ഒരുമിച്ച് പറഞ്ഞു തീർക്കല്ലേ ജയ? നീ എന്നെ പ്രാന്താശുപത്രിയിലാക്കി. പക്ഷേ സത്യം നിനക്ക് എന്നിൽ നിന്ന് അധികം നാളെ മറച്ചു വെക്കാൻ പറ്റില്ല ജയ. ദാ കേട്ടു നോക്ക്. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഓട്ടോ ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെയാണെങ്കിൽ നല്ല മഴയാ. വേറെ വണ്ടി ഒന്നും കിട്ടാനുമില്ല. ഞാൻ ചിലപ്പോ നടന്ന് വീട്ടിലേക്ക് പോവാപ്പാ. അപ്പൊ റേഞ്ചിൽ വന്ന് എന്നെ ഒന്ന് വിളിക്കണേ. അയ്യോ മോളെ, ആന്റണി ചേട്ടനായിരുന്നോ? കോളേജ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് വരാ ചേട്ടാ. അപ്പഴാ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ. അപ്പനെ വിളിച്ചിട്ടാണ് കിട്ടണമില്ല. ആണോ? ആ ജയനങ്ങളും ഉണ്ടായിരുന്നോ? എവിടെ പോയിട്ട് വരാ? ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാ. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. മോളെവിടേക്കാ? കേറ്. ഞാൻ ബാഗ് എടുത്തിട്ട് വരാട്ടോ. ചേച്ചി അറിയണ ആ എന്റെ അവന്റെ കൂട്ടുകാരാ. വേണ്ട സാർ, എല്ലാവരും കൂടി കൂട്ടുകാരൻ കേബിളായിട്ട് വരുന്നുണ്ട്. ഞാൻ പോയിക്കോളാം. ഓക്കെ സാർ. ആ അപ്പൊ ജയനങ്ങളും ആന്റണി ചേട്ടനും എത്തിയിട്ട് കേട്ടോ. ഞാൻ അവരുടെ കൂടെ പോവാ. ടെൻഷൻ അടിക്കണ്ട. വീട്ടിലെത്തിട്ട് വിളിക്കാവേ.
പറഞ്ഞ ശരിയാ, മദ്യത്തിൽ ലഹരിയിൽ അന്ന് ആന്റണിയുടെ ഒപ്പം കൂടി പോയി പറ്റിപ്പോയൊരബദ്ധം. അത് മറയ്ക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. നിന്റെ മാനസിക നില തകർന്നത് ഞങ്ങൾ ആശ്വസിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ കാണാൻ വന്നപ്പോ എനിക്ക് മനസ്സിലായി, വൈകാതെ ആ സത്യം നീ തിരിച്ചറിയുമെന്ന്. അതൊഴിവാക്കാൻ നീ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് അരുന്ത് പിള്ളേരെ നീ എനിക്കെതിരെ പറഞ്ഞയച്ചു. പക്ഷെ അവരുടെ പിച്ചാത്തി പിടിക്ക് നീ വിചാരിച്ചത്ര മൂർച്ച പോരാ ജയ. രവി തീരും, പക്ഷെ ജോയ് തീരില്ല. പ്ലീസ് ജോയ്, പ്ലീസ്. ഇനി ഇതെന്റെ തോന്നലാണോന്ന് എനിക്കറിയില്ല, നമ്മുടെ സ്വപ്നത്തിലാണോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഇനി 1 വർഷം മുമ്പ് നിന്നെയും കൊന്നു തള്ളിയോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. പക്ഷെ ദീനി വേണ്ട ചെയ്യാം. ഇതൊരു മകൾക്ക് വേണ്ടിയുള്ള പണിയാ, ഒരച്ഛന്റെ കൊട്ടേഷൻ. സ്ത്രീകൾ എനിക്ക് വാഴില്ല സാർ. എന്റെ ജീവിതത്തിൽ ആദ്യം അമ്മ, പിന്നെ ഭാര്യ, ഇപ്പോ 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 എന്റെ മകൾ. വിഷമിക്കേണ്ട ജോയി, അനുവിന്റെ മരണത്തിന് പിറകിലുള്ള 2 പേരും ഇന്ന് ഈ ലോകത്തില്ലല്ലോ. 1 വർഷം മുമ്പ് എന്റെ മകളെ ഇങ്ങനെ പിച്ചു ചീന്തിയവരെ നിയമം ഇപ്പൊ ജയിലിൽ തീറ്റിപ്പോറ്റുകയാണ്. അവളുടെ ചിരി മായ്ച്ചവരുടെ മുഖത്ത് ഇപ്പോഴും പുഞ്ചിരിയുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഹർ ഫാദർ ഈസ് എ റിപ്യൂട്ടഡ് ഡോക്ടർ. എന്നാൽ നിന്റെ മകൾ അനു ഇപ്പോ സ്വർഗത്തിൽ നിന്ന് അഭിമാനത്തോടെ പറയുന്നുണ്ടാവും, യെസ്, മൈ ഫാദർ ഈസ് എ ഗാങ്സ്റ്റർ. ഹരിരോ ഹരിരോ ഹരി ആരാരിരോ ഹരിരോ ഹരിരോ ആരാരോ ഹരിരോ ഹരിരോ ആരാരിരോ. ഹരിരോ ഹരി ആരാരി